ഇവിടെ പറഞ്ഞിരിക്കുന്നത് 28-year-old primary gravida who is pregnant at 16 weeks of gestation admitted at the emergency department because of dark brownish discharge. Investigation showed a decline in pregnancy test. Which of the following is most likely type of spontaneous abortion? Okay. Question മനസ്സിലായല്ലോ. Question പറയുന്നത് 28-year-old ഏജ് ഉള്ള ഒരു pregnant woman ആണ്. 16 presently pregnant ആണ്, 16 weeks of gestation ആണ്. അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു വിത്ത് ഡാർക്ക് ബ്രൗണിഷ് ഡിസ്ചാർജ് അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ പ്രഗ്നൻസി ഡിക്ലൈൻ ആണ്. പ്രഗ്നൻസി ഡിക്ലൈൻ ആണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി ഗെറ്റ് ലോസ്റ്റ്. ഓക്കെ, ലോസ്റ്റഡ് ഓൾറെഡി ലോസ്റ്റ് ആണ്. സോ വാട്ട് ഈസ് ടൈപ്പ് ഓഫ് സ്പോണ്ടേനിയസ് അബോർഷൻ? സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, സ്പോണ്ടേനിയസ് അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് എന്ന് പറയാം. ഓക്കെ, സ്പോണ്ടേനിയസ് അബോർഷൻ ഓർ മിസ്കാരേജ്, അതായത് സ്പോണ്ടേനിയസ്ലി മേ ബി മറ്റേണൽ കോസസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ജനറ്റിക് കോസസ് റിലേറ്റഡ് ആയിട്ടോ സ്പോണ്ടേനിയസ് ആയിട്ട് അബോർട്ടായി പോകുന്നൊരു സ്റ്റേറ്റസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പോണ്ടേനിയസ് അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് എന്ന് പറയും. ഓക്കെ, ഈ മിസ്കാരേജിനെ ഡിഫൈൻ ചെയ്യുന്നത് ദ പ്രഗ്നൻസി ദാറ്റ് ഗെറ്റ് എൻഡ്സ് ബിഫോർ 20 weeks of gestation, അല്ലെങ്കിൽ പ്രഗ്നൻസീസ് ഗെറ്റ് ടെർമിനേറ്റഡ് ബിഫോർ 20 weeks of gestation. ഓക്കെ, ദാറ്റ് ഈസ് എന്തെന്ന് പറയാം, സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറയാം. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഈ സ്പോണ്ടേനിയസ് അബോർഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സ്പോണ്ടേനിയസ് അബോർഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഒന്ന് ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയും. ഓക്കെ, സ്പോണ്ടേനിയസ് അബോർഷൻ ഒരു ടൈപ്പാണ് ത്രെട്ടൻഡ് അബോർഷൻ. ഓക്കെ, ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറഞ്ഞാൽ ദ വേർഡ് ഇറ്റ്സെൽഫ് ടെല്ലിംഗ് ദാറ്റ് the women is at risk to have a abortion. Okay, abortion is not yet happened. Okay, abortionൻ്റെ റിസ്കിലുള്ള വിമൻ എപ്പോൾ വേണമെങ്കിലും അബോർട്ട് ആയി പോകാൻ ചാൻസ് ഹൈ ആയിട്ടുള്ള ഒരു വിമൻ. ഓക്കെ, ആ സ്റ്റേറ്റസിനാണ് പറയുന്നത് ത്രെട്ടൻഡ് അബോർഷൻ എന്ന്. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, അബോർഷൻ്റെ ത്രെട്ടുള്ള വിമൻ, അബോർഷൻ്റെ റിസ്കിലുള്ള വിമൻ. ഓക്കെ, അതിനാണ് ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയുന്നത്. ഈ ത്രെട്ടൻഡ് അബോർഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കേണ്ടത്, ദ വിമൻ ഈസ് ഇൻ ത്രെട്ടൻഡ് അബോർഷൻ, പ്രഗ്നൻസി സ്റ്റിൽ എന്ത് തന്നെയാണ്, വയബിൾ ആണ്. ഓക്കെ, ഫീറ്റസ് എന്താണ്, എലൈവ് ആണ്, ഫീറ്റസ് ഹെൽത്തി ആണ്. ഓക്കെ, ബട്ട് ഇൻ ഏർലി പ്രഗ്നൻസി യു ക്യാൻ സീ ദ സൈൻസ് ഓഫ് അബോർഷൻ. ഓക്കെ, സൈൻസ് സിംറ്റംസ് ഓഫ് ദ അബോർഷൻ ഉണ്ടാവും. സൈൻസ് സിംറ്റംസ് ഓഫ് ദ അബോർഷൻ എന്ന് വെച്ചാൽ എന്തൊക്കെയായിരുന്നു? സൈൻസ് സിംറ്റംസ് ഓഫ് ദ അബോർഷൻ എന്ന് വെച്ചാൽ ഏർലി പ്രഗ്നൻസിയിൽ വജൈനൽ സ്പോട്ടിംഗ് ടു ബ്ലീഡിങ് ഒക്കേഴ്സ്. ഓക്കെ, വജൈനൽ സ്പോട്ടിംഗ് ടു ബ്ലീഡിങ് ഉണ്ടാവാം. അതുപോലെ തന്നെ ലോവർ അബ്ഡോമിനൽ പെയിനും യൂട്രൈൻ ക്രാംസും ഉണ്ടാവും. ഇതാണല്ലോ അബോർഷൻ്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടാവും. ഈ ഒരു സ്റ്റേറ്റസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ത്രെട്ടൻഡ് അബോർഷൻ. ഓക്കെ, ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? യാ. ഇനി വേറെ ടൈപ്പാണ് ഇനെവിറ്റബിൾ അബോർഷൻ എന്ന് പറയുന്ന ടൈപ്പ്. ഓക്കെ, ഇനെവിറ്റബിൾ അബോർഷൻ. ഈ ത്രെട്ടൻഡ് അബോർഷനിൽ എന്ത് ചെയ്താൽ മതി, മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ബെഡ് റെസ്റ്റ്. ഓക്കെ, പ്രൊവൈഡ് ബെഡ് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ബെഡ് റെസ്റ്റും അഡിക്വേറ്റ് ആയിട്ടുള്ള കെയറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ആ പ്രഗ്നൻസി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സേവ് ചെയ്ത് ടൈമിലോട്ട് റീച്ച് ആക്കാൻ പറ്റും. അത് പിന്നെ ഡെലിവറി പോസിബിൾ ആണ്. ഓക്കെ, വിമൻ റിസ്കിലാണെന്നേ ഉള്ളൂ, അബോർഷൻ റിസ്കിലാണെന്നേ ഉള്ളൂ. ഇഫ് യു ഗീവ് പ്രോപ്പർ കെയർ ടു ദാറ്റ് വിമൻ, പ്രഗ്നൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, ഡെലിവറി പോസിബിൾ ആക്കാൻ സാധിക്കും. മനസ്സിലായോ? അതാണ് ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റസ്. മനസ്സിലായല്ലോ? യാ. അടുത്തൊരു സ്റ്റേറ്റസ് ആണ് ഇനെവിറ്റബിൾ അബോർഷൻ. ഓക്കെ, ഇനെവിറ്റബിൾ അബോർഷൻ. ദ വേർഡ് ഇറ്റ്സെൽഫ് ടെല്ലിംഗ് ദാറ്റ് ഇനെവിറ്റബിൾ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അൺഅവോയ്ഡബിൾ എന്നാണ്. ഓക്കെ, ഇനെവിറ്റബിൾ മീൻസ് അൺഅവോയ്ഡബിൾ. ഓക്കെ, അതായത് ഇനെവിറ്റബിൾ അബോർഷനിൽ അബോർഷൻ ഇസ് നോട്ട് എറ്റ് ഹാപ്പൻ. ഓക്കെ, ഇനെവിറ്റബിൾ അബോർഷനിലും അബോർഷൻ ഇസ് നോട്ട് എറ്റ് ഹാപ്പൻ. ഓക്കെ, പ്രഗ്നൻസി സ്റ്റിൽ സ്റ്റേബിൾ ആയിരിക്കാം, ഫീറ്റസ് സ്റ്റിൽ എന്തായിരിക്കാം, എലൈവ് ആയിരിക്കാം. പക്ഷേ along with the signs and symptoms of the abortion, എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വജൈനൽ സ്പോട്ടിംഗ് ടു ബ്ലീഡിങ് ഉണ്ടാവുന്നു, അതുപോലെ യൂട്രൈൻ ക്രാംസും അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവും. അതാണ് സൈൻസ് ഓഫ് അബോർഷൻ. along with the signs of abortion, സെർവിക്സിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സെർവിക്സിൽ ചേഞ്ചസ് ഉണ്ടാകാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സെർവിക്സിൽ ചേഞ്ചസ് ഉണ്ടാകാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ സെർവിക്സ് സ്റ്റാർട്ട് ടു ബി ഡയലേറ്റിംഗ് ആൻഡ് എഫേസ്ഡ്. ഓക്കെ, സെർവിക്സ് സ്റ്റാർട്ട് ടു ബി ഡയലേറ്റിംഗ് ആൻഡ് എഫേസ്ഡ്. മനസ്സിലായോ? ഈ സ്റ്റേറ്റസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഇനെവിറ്റബിൾ അബോർഷൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കുക, ഇനെവിറ്റബിൾ അബോർഷൻ എന്ന് പറഞ്ഞാൽ അബോർഷൻ ഇസ് നോട്ട് എറ്റ് ഹാപ്പൻഡ്. ഓക്കെ, പ്രഗ്നൻസി സ്റ്റിൽ സ്റ്റേബിൾ, ഫീറ്റസ് ഇസ് സ്റ്റിൽ അലൈവ്. ഓക്കെ, but along with the signs and symptoms of the abortion,
സെർവിക്സിൽ ചേഞ്ചസ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സെർവിക്സ് ചേഞ്ചസ് ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ന് അബോട്ട് ആയില്ലെങ്കിലും ഇമ്മീഡിയറ്റ് ഡേയ്സിൽ തന്നെ എന്താവും, ദാറ്റ് ഡെഫിനറ്റ്ലി ലീഡ്സ് ഇൻ അബോഷൻ. ഓക്കെ, അബോഷൻ സ്റ്റേറ്റസിലോട്ട് റിസൾട്ട് ചെയ്യും. മനസ്സിലായോ? അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അബോഷൻ കംപ്ലീറ്റ് ആവും, അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ആ ഒരു സ്റ്റേറ്റസിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്നവിറ്റബിൾ അബോഷൻ. ഇന്നവിറ്റബിൾ അബോഷൻ എന്ത് ചെയ്യേണ്ടി വരും? ഇന്നവിറ്റബിൾ അബോഷൻ്റെ മാനേജ്മെൻറ്റായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? D&C ചെയ്യേണ്ടതായിട്ട് വരാം. പറഞ്ഞ് മനസ്സിലായോ? D&C ചെയ്യേണ്ടതായിട്ട് വരാം. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, അതാണ് ഇന്നവിറ്റബിൾ അബോഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റസ്. അണ്ടർസ്റ്റാൻഡിങ്? റൈറ്റ്. ഓക്കെ, ഇന്നവിറ്റബിൾ അബോഷൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക? ഗോ ഫോർ D&C. കാരണം സെർവിക്സ് എന്താകുന്നുണ്ട്, ചേഞ്ച് ആവാൻ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പ്രഗ്നൻസി റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഗോ ഫോർ അബോഷൻ. ഇന്നല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഡേയ്സിൽ എന്താവും, അബോട്ട് ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഇന്നവിറ്റബിൾ അബോഷൻ. ഇനി മിസ്ഡ് അബോഷൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് ഉണ്ട് അല്ലേ? മിസ്ഡ് അബോഷൻ മനസ്സിലാക്കേണ്ടത്, മിസ്ഡ് അബോഷൻ, റൈറ്റ്? മിസ്ഡ് അബോഷൻ എന്ന് വെച്ചാൽ അബോഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, അബോഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻഡ്, ഫീറ്റസ് ഹാസ് ബീൻ ഡൈഡ്. ഓക്കെ, ഫീറ്റസ് ഈസ് ഓൾറെഡി ഡെത്ത് ആയി. Okay, abortion is already happened and fetus has been died. Okay, but all the products of conceptions, okay, all the products of conception, like എന്തെല്ലാം products of conceptions എന്ന് പറഞ്ഞാൽ fetus, placenta, membranes, okay, everything is retained inside the uterus with the closed and intact cervix. Okay, ആ സ്റ്റേറ്റസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, മിസ്ഡ് അബോഷൻ എന്ന് പറയുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കുക, മിസ്ഡ് അബോഷൻ എന്ന് പറഞ്ഞാൽ abortion is already happened, fetus has died. Okay, മനസ്സിലായോ? And all the products of conception like fetus, placenta, membranes is retained inside the uterus with a closed and intact cervix. Okay, അതിനെയാണ് നിങ്ങൾ എന്തെന്ന് പറയേണ്ടത്, മിസ്ഡ് അബോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിസ്ഡ് അബോഷനിൽ ഫീറ്റസ് ഓൾറെഡി എന്തായി, ഡെത്തായി, പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഗോ ഫോർ D&C. ഓക്കെ, D&C ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? യെസ്. ഓക്കെ, ഇനി വേറൊരു ടൈപ്പ് ഓഫ് അബോഷനാണ് കംപ്ലീറ്റ് അബോഷൻ. അപ്പോൾ കംപ്ലീറ്റ് അബോഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, അതായത് അബോഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻഡ്, അതായത് ഫീറ്റസ് ഹാസ് ഡൈഡ്. ഓക്കെ, ഫീറ്റസ് ഹാസ് ഡൈഡ് ആൻഡ് ഓൾ ദ പ്രോഡക്ട്സ് ഓഫ് കൺസെപ്ഷൻ സ്പോണ്ടേനിയസ്ലി expel out. Okay, all the products of conception spontaneously expel out through the vagina as bleeding. Okay, as bleeding. മനസ്സിലായോ? അതാണ് കംപ്ലീറ്റ് അബോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് അബോഷൻ മനസ്സിലാക്കേണ്ടത്, അബോഷൻ ഈസ് ഓൾറെഡി ഹാപ്പൻ, fetus has died and all the products of conceptions are spontaneously expel out. Okay, nothing is going to be retained inside the uterus. മനസ്സിലായോ? ഓക്കെ, പ്രൊസീജിയേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ല. തന്നെ എന്താവും, നമ്മൾ മെൻസ്ട്രൽ ബ്ലീഡ് പോലെ ത്രൂ ദ വജൈന കണ്ടന്റ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് എക്സ്പെൽ ആയി പോകും. മനസ്സിലായോ? അതിനെയാണെന്ന് പറയുന്നത് കംപ്ലീറ്റ് അബോഷൻ എന്ന് പറയും. ഓക്കെ, ആൻഡ് ഇൻകംപ്ലീറ്റ് അബോഷൻ. ഇൻകംപ്ലീറ്റ് അബോഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇൻകംപ്ലീറ്റ് അബോഷൻ എന്ന് വെച്ചാൽ after the occurrence of abortion, okay, after the occurrence of abortion, that means after the death of the fetus, okay, after the occurrence of abortion, some parts of products of conceptions are expelled out spontaneously and some parts will be retained inside the uterus. Okay, പറഞ്ഞാൽ മനസ്സിലായോ? അതായത് abortion is already happened, okay, fetus എന്തായി, death ആയി, and some parts of the products of conceptions, some parts of the products of conception എന്ന് വെച്ചാൽ മേ ബി ഫീറ്റസ് എന്താവും, എക്സ്പെൽ ഔട്ട് ആവും. ഓക്കെ, ഫീറ്റസ് എക്സ്പെൽ ഔട്ട് ആവും സ്പോണ്ടേനിയസ്ലി, ബട്ട് എന്താ പറയുക, പ്ലാസൻ്റ ഇൻസൈഡ് ദ യൂട്രസിൽ തന്നെ എന്തായിരിക്കും, റിട്ടൈൻഡ് ആയിരിക്കും. ഓക്കെ, പ്ലാസൻ്റ ഇൻസൈഡ് ദ യൂട്രസിൽ തന്നെ റിട്ടൈൻഡ് ആയിട്ടിരിക്കും. മനസ്സിലായോ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലൈക്ക് ഇൻകംപ്ലീറ്റ് അബോഷൻ എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് അബോഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻകംപ്ലീറ്റ് അബോഷൻ. അണ്ടർസ്റ്റുഡ്? റൈറ്റ്. ഇനി വരുന്നതാണത് ഹാബിച്വൽ അബോഷൻ എന്ന് പറയുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഹാബിച്വൽ അബോഷൻ. ഓക്കെ, ഹാബിച്വൽ അബോഷൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഹാബിച്വൽ അബോഷൻ എന്ന് വെച്ചാൽ ഒരു വിമണിൽ കൺസിക്യൂട്ടീവായിട്ട്, ഓക്കെ, അതായത് ഫ്രീക്വൻ്റ് ആയിട്ട് 3 and more than 3 times of pregnancies get terminated. That means aborted. Okay, spontaneously. അതിനെയാണെന്ന് പറയുന്നത് ലൈക്ക് ഹാബിച്വൽ അബോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ ഹാബിച്വൽ അബോഷൻ എന്ന് വെച്ചാൽ ഒരു വിമണിൽ 3 times and more than 3 times pregnancies get terminated spontaneously. Okay, 3 times അവർ വിമൺ എന്താവുന്നുണ്ട്, 3 times പ്രഗ്നൻ്റ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മോർ ദാൻ 3 times അവരെന്താവുന്നുണ്ട്, പ്രഗ്നൻ്റ് ആവുന്നു. പക്ഷേ ആ 3 times and more than 3 times പ്രഗ്നൻസി എന്തായി പോകുന്നു, അബോർട്ടഡ് ആയി പോകുന്നു, ടെർമിനേറ്റഡ് ആയി പോകുന്നു. ഒരു പ്രഗ്നൻസി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സസ്റ്റെയിൻ ചെയ്ത് ബർത്ത് കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലേ? ആ ഒരു സ്റ്റേറ്റസിനെയാണ് എന്തെന്ന് പറയുന്നത്, ലൈക്ക് ഹാബിച്വൽ അബോഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ പറഞ്ഞേ? യെസ്. ഓക്കെ, ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്
28-year-old primary gravid woman who is pregnant at 16 weeks of gestation attended the emergency department because of dark brownish discharge. അല്ലേ? അപ്പോൾ 16 weeks of gestation ആണ് ഉള്ളത്. അവർക്ക് അബോഷൻ്റെ സയൻസ് ഉണ്ട്. അബോഷൻ്റെ സയൻസ് ആയിട്ടാണ് എന്ത് പറയുന്നത്? ഡാർക്ക് ബ്രൗണിഷ് ഡിസ്ചാർജ്, അതായത് ബ്ലീഡിങ്. ഓക്കെ, അപ്പോൾ ബ്ലീഡിങ് ഏത് ടൈപ്പ് ഓഫ് അബോഷനിലും ഉണ്ടാവും അല്ലേ? എല്ലാ ടൈപ്പ് ഓഫ് അബോഷനിലും എന്തുണ്ടാവുന്നുണ്ട്? ബ്ലീഡിങ് ഉണ്ടാവും. ഈവൻ ത്രെട്ടൻഡ് അബോഷനിലും എന്ത് വരുന്നുണ്ട്? ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ, എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നൻസി എന്താണ്? ഡിക്ലൈനാണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് അബോഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് എനിക്ക് പറയാൻ പറ്റുന്നത് ഇത് മിസ്ഡ് അബോഷൻ ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ബ്ലീഡിങ് ഇസ് സൈൻ ഓഫ് അബോഷൻ. എല്ലാ ടൈപ്പ് ഓഫ് അബോഷൻ ഉണ്ടാവും. ഇവിടെ പറയുന്ന ഫീറ്റസ് ഓൾറെഡി എന്തായിട്ടുണ്ട്? ഡെത്ത് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രഗ്നൻസി എന്തായെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡിക്ലൈൻ ആയെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഫീറ്റസ് ഓൾറെഡി ഡൈഡാണ്, ഡെത്താണ്. ഓക്കെ, അപ്പോൾ അതായത് അബോഷൻ ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, ബട്ട് ഫീറ്റസ് എന്തായിട്ടില്ല? എക്സ്പെൽ ആയിട്ടില്ല. അല്ലെങ്കിൽ അമ്നിയോട്ടിക് മെംബ്രെയിൻ എന്തായിട്ടില്ല? റപ്ചർ ആയിട്ടില്ല. പിന്നെ എന്താ പറയുക, ഫ്ലൂയിഡ് എന്തായിട്ടില്ല? ലീക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ സെർവിക്സ് സ്റ്റിൽ എന്തായിട്ടായിരിക്കുന്നത്? ഇൻടാക്റ്റ് ആണ്. ഓക്കെ, സെർവിക്സ് സ്റ്റിൽ ഇൻടാക്റ്റ് ആണ്, ബട്ട് അബോഷൻ ഇസ് ഓൾറെഡി ഹാപ്പൻഡ്. അപ്പോൾ സെർവിക്സ് സ്റ്റിൽ ഇൻടാക്റ്റ് ആണ്, സെർവിക്സ് ക്ലോസ്ഡ് ആണ്, fluid is not leaking, okay, but abortion is already happened. That means what? I mean missed abortion എന്ന് പറയും അല്ലേ? ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു missed abortion എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്താ സംഭവിക്കുന്നത്? ഫീറ്റസ് ഓൾറെഡി ഡെത്തായി, abortion is already happened, okay, but all the products of conception are retained inside the uterus with the closed and intact cervix അല്ലേ? അപ്പോൾ അതുകൊണ്ട് അതിനെന്തെന്ന് പറയാൻ പറ്റും? It is missed abortion എന്ന് പറയും.